ശ്രീയേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ജ്യോതിയും DKയും നേരത്തെ ഞാൻ പറഞ്ഞ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാ. ശരി തന്നെ. പക്ഷേ അണ്ടർഗ്രൗണ്ടായ ഒരു പ്രണയം അവർക്കിടയിൽ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്ന് പറഞ്ഞ? അതെ, DKയുടെ മുഖത്ത് ഞാൻ ഇന്ന് കണ്ട ആ പരിഭ്രമം അതിന്റെ സൂചനയാണ്. നിന്നെ വിശ്വസിച്ചപ്പോഴും DK ജ്യോതിയെ തള്ളിപ്പറഞ്ഞില്ല. കുടുംബത്തൊരു വഴക്കുണ്ടാകാതിരിക്കാൻ ഒരു ഒത്തുതീർപ്പിലെത്തി. അത് മാത്രമാണ് ഇന്ന് സംഭവിച്ചത്. നീയാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ നമ്മളെ ആ നിമിഷം DK ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയാനെ. നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരാം. ഇനി അങ്ങോട്ട് ഈ വീട്ടിൽ നിന്റെ കൺമുന്നിൽ നീ കാണുന്നതെല്ലാം യഥാർത്ഥ സത്യമാണെന്ന് നീ വിശ്വസിക്കരുത്. കാരണം ആത്യന്തികമായി DKയ്ക്ക് ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല. അതോർത്താൽ നിനക്ക് നല്ലത്. ഈശ്വര, ശ്രീയേട്ടൻ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? അവര് തമ്മിലുള്ള ഈ വഴക്ക് ഒരു മറയാണോ? അതെ, കല്യാണം കഴിഞ്ഞൊരു സ്ത്രീ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്ന പൂജയിൽ നിന്നാ നീ എന്നെ മാറ്റാൻ ശ്രമിച്ചത്. ദൈവം നിന്റെ ആഗ്രഹം തട്ടിക്കളഞ്ഞു. മായേ, കള്ളം 100 തവണ ആവർത്തിക്കാൻ ശ്രമിച്ചാൽ അത് സത്യമാവില്ല. കള്ളം കൊണ്ട് സത്യത്തിനെ മറയ്ക്കാനും കഴിയില്ല. നീ എത്രയ്ക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നീ പറഞ്ഞ കഥയൊന്നും ഇവിടെ ആരും വിശ്വസിക്കില്ല. നിന്റെ താൽക്കാലികമായ അമ്മായിയമ്മ സ്ഥാനത്തേക്കാൾ ഒരുപാട് മേലെയാണ് എന്റെ പെർമനന്റ് മരുമകൾ സ്ഥാനം. ഈ ഭൂമിയിൽ ആരും പെർമനന്റ് അല്ല മരുമകളെ. എല്ലാവരും ടെമ്പററി തന്നെയാ. വലിയ സ്ഥാനമുള്ളവരും ചെറിയ സ്ഥാനമുള്ളവരും ശ്വാസം അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നത് കൊണ്ടാ ജീവിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം നിന്റെ സ്ഥാനം? നീ അകത്തേക്ക് വലിക്കുന്ന ശ്വാസം അതുപോലെ തന്നെ പുറത്തേക്ക് തിരിച്ചു വരുമെന്ന് എന്താ ഉറപ്പ്? താഴെ വന്നാലേ ഉള്ളൂ സമ്മാനം. നീ എന്നോട് കാണിക്കുന്ന ഈ ശത്രുത ഉണ്ടല്ലോ, അത് വെറുതെയാ. അത് എന്റെ വാശിക്കൂട്ടത്തേ ഉള്ളൂ. വാശി കൂട്ടിയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആക്രി സാധനങ്ങളുടെ ഇടയിൽ കിടക്കാനാണ് നിന്റെ യോഗം. എടി മഹാപാപി, ഇത്രയ്ക്ക് വൈരാഗ്യം എന്നോട് കാണിക്കാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? എന്റെ വൈരാഗ്യത്തിനും പകയ്ക്കൊന്നും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ന്യായത്തിന്റെ പക്ഷത്താ നിൽക്കുന്നത്. ഈ അമരാവതി വീട്, ഇവിടുത്തെ ആചാരങ്ങൾ, രീതികൾ, ഇതൊന്നും നിലനിർത്താൻ നിന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ എനിക്കത് കഴിയും. എനിക്ക് മാത്രമേ കഴിയൂ. ആരെയും ദ്രോഹിക്കാൻ എനിക്ക് നിന്റെ അത്ര മിടുക്കില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് DKയ്ക്കും അറിയാം. അതിന് നിന്റെ അംഗീകാരവും സമ്മതവും എനിക്ക് ആവശ്യമില്ല. DK അതൊരിക്കലും സമ്മതിക്കില്ല. നീ നോക്കിക്കോ. എന്നോടുള്ള വിരോധം കൊണ്ട് നീ എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചു. പക്ഷെ നീ വഞ്ചിച്ചത് DKയ്ക്ക് നിന്നിലുള്ള വിശ്വാസത്തെയാണ്. നീ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്ന വെറും മണ്ടനാണ് DK എന്ന് നീ കരുതുന്നുണ്ടോ? DKയുടെ മനസ്സിൽ എന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം. നിനക്ക് എന്തറിയാവുന്ന നീ പറയുന്നത്? ഒരു ബെഡ്റൂമിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം പലതും മനസ്സിലാവും.
അത് പക്ഷെ പലപ്പോഴും പുറത്തേക്ക് പറയില്ല. കാരണം അത് പറഞ്ഞാൽ ചിലപ്പോ കുടുംബത്തിനകത്തുള്ള സമാധാനം പോവും. DKയും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിന്റെ മണ്ടത്തരങ്ങളിൽ നീ വീടിനെ രക്ഷിക്കാൻ ഞാൻ ഇനിയും ഇതുപോലെ എത്ര തെറ്റുകൾ വേണമെങ്കിലും ചെയ്യും. എന്റെ മുന്നിൽ നിന്റെ തല ഇനി ഉയരില്ല, നോക്കിക്കോ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇനി ഇതുപോലെ എന്നെ ദ്രോഹിക്കാൻ നിനക്ക് ഞാൻ അവസരം തരില്ല. അത് തീർച്ച. നീ എന്നെ ചലഞ്ച് ചെയ്യാണോ? ഇതിനെ ചലഞ്ചായിട്ടാണ് നീ കരുതുന്നെങ്കിൽ അങ്ങനെ കരുതിക്കോ. നോക്കാം ആര് ജയിക്കുന്നു. ഒന്നുകൂടി നീ മനസ്സിലാക്കിക്കോ, DKക്ക് എല്ലാം അറിയാം. കാരണം DK എന്റെ ഭർത്താവാണ്. ഹലോ അവിനാഷ്. അമരാവതിയിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അമ്മയെ പോലീസ് കൊണ്ടുപോയത് അവനങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല. നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് ആരും കരുതി കാണില്ല. അവിടെ ഭൂകമ്പം തുടങ്ങിയതിന്റെ റിസൾട്ട് എനിക്കിവിടെ കിട്ടിത്തുടങ്ങി. ആഹാ, അല്പം മുമ്പ് താരേച്ചി എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. എനിക്കറിയാം താരേച്ചി എന്തിനാ വിളിക്കുന്നതെന്ന്. അവർക്കിപ്പോ എങ്ങനെയെങ്കിലും ആ കേസ് ഒന്ന് പിൻവലിക്കണം. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ നാണക്കേട് ഇനി ഉണ്ടാകുമെന്ന് അവർക്കറിയാം. ആ കോളുകൾ ഇനിയും വരും, മറ്റു പല സമ്മർദ്ദ തന്ത്രങ്ങളും വരും. പക്ഷേ തൽക്കാലം ആരോടും ഒരു കോംപ്രമൈസും പാടില്ല. ഞാൻ പറയുന്നത് വരെ. മനസ്സിലായോ? ഇല്ല സർ, ആരോടും ഞാൻ ഒരു ദയയും കാണിക്കില്ല. ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തു തുടങ്ങിയത്. ആരുടെ ഒരു സമ്മർദ്ദത്തിനും ഞാൻ വഴങ്ങില്ല. മിടുക്കി. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വന്നാൽ ഒരിക്കൽ കൂടി നീ അമരാവതിയുടെ പടികൾ കയറും. അതൊരു വെറും വരവായിരിക്കില്ല. DKയുടെ ഭാര്യയുടെ സ്ഥാനത്തായിരിക്കും നീ മടങ്ങി വരുന്നത്. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ വരുന്ന ദീപാവലിക്ക് അമരാവതിയുടെ പൂജാമുറിയിൽ ദീപം കൊളുത്തുന്നത് നീയായിരിക്കും. യെസ് മിസ്റ്റർ വർമ്മ, ലൈസൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം കളവാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിൽ എനിക്ക് നിങ്ങളുമായി സഹകരിക്കാൻ താല്പര്യമില്ല. നോ ചാൻസ്. സത്യസന്ധതയ്ക്ക് മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ. സോ നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. വർമ്മ ഗ്രൂപ്പുമായി ഒരു ജോയിന്റ് വെഞ്ചറിന് DK ഗ്രൂപ്പിന് ഇനി താല്പര്യമില്ല. താങ്ക് യു. ഹിറ്റ്ലർ, നിങ്ങൾ എന്താ കാണിച്ചേ? എന്റെ കോലം മുഴുവനും ചവിട്ടി നശിപ്പിച്ചു. ഞാനിത് എത്ര കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയെന്നറിയോ? തനിക്കെന്താ നോക്കി നടന്നൂടെ? ആകാശത്ത് നോക്കിയാണ് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത്. മാറങ്ങോട്ട് മാറ്. ഓ, നശിപ്പിച്ചു. പോയി, മൊത്തം പോയി. ഈ കോലം മൊത്തം കോളമായി. ഓ, ഇതാണോ നിന്റെ കോലം? വല്ലാത്ത കോലം തന്നെ.
അയ്യോ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിപ്പോ എങ്ങനെ ഞാൻ ശരിയാക്കും? ഇതിപ്പോ എല്ലാം കൂടി ചവിട്ടി കൂട്ടിയൊരു ഹോളി പോലെ ആയല്ലോ എന്റെ ഹിറ്റ്ലർ. നിന്നോട് ആര് പറഞ്ഞു ഈ പോർച്ചിൽ കോലം വരയ്ക്കാൻ? എടി, ഇങ്ങനെയാണോ കോലം ഇടുന്നത്? നിന്റെ കോലത്തിനും നിനക്കും ഒരുപോലെ വൃത്തികെട്ട രൂപം തന്നെയാ. അത് നല്ല കൂത്ത്. എന്റെ കോലം നശിപ്പിച്ചിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നോ? ഹലോ, സ്റ്റേറ്റ് ലെവലിലെ കോലം വരയ്ക്കുന്ന മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അറിയാ? ഈശ്വരാ. ഇതുപോലെ ചെയ്തു വെച്ചേന് നിനക്ക് ഫസ്റ്റ് പ്രൈസ് തന്നവനെ കുറഞ്ഞത് 2 തല്ലെങ്കിലും തല്ലണം. എടി, നിന്നെ ആ ഡ്രമ്മിനുള്ളിൽ നിന്ന് രക്ഷിച്ചത് ഇപ്പൊ അബദ്ധമായി. വെറും വേസ്റ്റ്. ആഹാ, ചീട്ടുകളിയിൽ തോറ്റ ആ മൂർത്തിയുടെ അടിമയാകാൻ പോയപ്പോ ആരാ രക്ഷിച്ചത്? ഈ ഞാൻ. അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിക്ക ഹിറ്റ്ലറെ. ദേ, ഇപ്പൊ സമാസമായി. അങ്ങോട്ടൊരു ഉപകാരം, ഇങ്ങോട്ടൊരു പ്രത്യുപകാരം. എടി, ഇനി നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്. വല്ല പോലീസിനെ അറിയിച്ചാ മതി. പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ അവരെപ്പോഴേ എന്നെ വന്ന് രക്ഷപ്പെടുത്തിയാണ്. ആ മീൻ കച്ചവടക്കാരൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓ, എന്തൊരു അഹങ്കാരം. ദേ, ജീവൻ രക്ഷപ്പെടുത്തിയ ഞാൻ മണ്ടൻ, ആ മത്തി കച്ചവടക്കാരന് മുഴുവൻ ക്രെഡിറ്റും. ഇഡിയറ്റ്. അതെ, ആ മീൻ കച്ചവടക്കാരൻ കൂകി വിളിച്ചതുകൊണ്ടാ ഞാനത് കേട്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ അത് കേട്ടതും എന്നെ കണ്ടുപിടിക്കാനായതും. അപ്പൊ പിന്നെ നിങ്ങളെക്കാൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അങ്ങേർക്ക് തന്നെയാ. നീ വെറും ബേക്കറിക്കാരിയല്ല, നന്ദിയില്ലാത്ത ബേക്കറിക്കാരിയാ. നിനക്കൊന്നും ഒരു കാലത്തും ഒരു സഹായവും ചെയ്യരുത്. അതെ, രണ്ടുപേരും ഒന്ന് മാറി നിന്നേ. മാറിയിക്കേ. വാട്ട് ഈസ് ദിസ്? വഴക്കടിരിസാണോ? എന്താ ഇത് ബേട്ടാ? ലുക്ക്, എന്റെ മരുമകളെ വഴക്കു പറയുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇവിടെ വല്ല കൂടോത്രം തന്നോ ഇങ്ങനെ തലയെ കൊണ്ടു നടക്കാൻ? വാട്ട് കൂടോത്രം? നോ കൂടോത്രം. ദിസ് ഈസ് ലവ്. മൈ മരുമകൾ ലവ് മീ. നോക്കമ്മേ, ഈ കോലം മുഴുവൻ ചവിട്ടി നാശമാക്കി. എനിക്കറിയാം ഇയാളിത് മനഃപൂർവ്വം ചെയ്തതാ. എന്റെ കൃഷ്ണ, ആരുമില്ലാത്ത എന്നോടാണല്ലോ ഇയാൾ ഈ ദ്രോഹമൊക്കെ ചെയ്യുന്നത്. നീ ഇത് ഒരിക്കലും ക്ഷമിക്കല്ലേ കണ്ണാ. കള്ളക്കരച്ചില്. ഈ വൃത്തികെട്ട കോലം ഇനി മേൽ നീ മുറ്റത്ത് ഇട്ടുപോരുത്. ബേട്ടാ, പെണ്ണിന്റെ തലയെ ചവിട്ടിയാലും ചിലപ്പോ അവളതങ്ങ് സഹിച്ചെന്നിരിക്കും. പക്ഷേ അവളിട്ട കോലത്തിൽ ചവിട്ടിയാ അവളുടെ കോലം മാറും. നീയല്ലേ ഇതെല്ലാം ചവിട്ടി നശിപ്പിച്ചത്? അത് പിന്നെ ഞാൻ അറിയാതെ. അറിയാതെ ഒന്നുമല്ല, മനഃപൂർവ്വം. ഓക്കെ ഓക്കെ ഓക്കെ, യു ഡു വൺ തിങ്. നീ ഇവളെ ജോലി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ചെയ്യാം. ഇതെല്ലാം വാരി വലിച്ച് പുറത്തേക്ക് എറിഞ്ഞ് സഹായിച്ചാ മതിയോ? ബേട്ടാ, അഹങ്കാരം നോ ടോക്കി. ഇതിന് നീ പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തോ? അതെ, ഇതെല്ലാം മാറ്റി പുതിയ കോലം ഇടാൻ നീ ഇവളെ ഹെൽപ്പ് ചെയ്യണം. അത് നടക്കില്ലമ്മേ. ദേവാ, ഇറ്റ് ഈസ് മൈ ഡിസിഷൻ. ഡു മൈ സൺ. അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. ഡു വാട്ട് ഐ സൺ. നോ. ഈ കോലത്തിൽ കണ്ട എന്റെ മരുമക്കൾ എന്നെ കളിയാക്കും. ബേട്ടാ, അവര് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. നോ പ്രോബ്ലം. ഏയ്, ഇല്ലില്ല, ഞാൻ ചെയ്യില്ല. ഇക്കാര്യം കണ്ടില്ലേ അമ്മ? ഞാൻ എന്ത് ചെയ്താലും ഇതുപോലെ നശിപ്പിക്കും. എന്നിട്ട് എന്നെ ചീത്തയും പറയും. എന്റെ ജീവിതം ഇങ്ങനെ ചീത്ത കേൾക്കാനായിട്ട് എന്തിനാ കണ്ണാ ഇട്ടേക്കുന്നെ? ഭക്തിയോടെ ഞാൻ ഇട്ട ഈ കോലം ഈ കോലത്തിലാക്കിയല്ലോ എന്റെ ദൈവമേ. ദേവ, ഇന്നത്തെ ദിവസം നീ ഇവളെ കരയിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് കോലം വരച്ചു കൊടുക്ക്. അല്ല അമ്മ, എനിക്ക് പണിഷ്മെന്റ് തരാണോ? നോ, നോ പണിഷ്മെന്റ്. ഇറ്റ് ഈസ് ഗുണിഷ്മെന്റ്. എന്താ ഗുണിഷ്മെന്റ്? അതെ എടാ, ഇത് ഗുണമുള്ള കാര്യത്തിനാ. നീ വേഗം ചെയ്തു കൊടുക്ക്. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. 5 മിനിറ്റ് കഴിഞ്ഞാ ദേ ഞാൻ ഇവിടെ വന്ന് നോക്കും. അപ്പോ ഇവളുടെ കരച്ചില് മാറി ഇവള് ചിരിക്കണം. മനസ്സിലായോ?
ഡു ഫാസ്റ്റ്. അമ്മേ ആ എടി, എന്തൊരു അഭിനയം. ഓ നാടകം കളിച്ചേ എന്റെ അമ്മയെ പറ്റിക്കാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ എന്റെ അമ്മയെ തിരിച്ചു വിളിക്കാം. വിളിച്ചോ. അമ്മ വന്ന ഈ കളം മുഴുവൻ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് വരപ്പിക്കും. കാണോ? മര്യാദക്ക് ഇവിടെ ഇരുന്നെന്നെ സഹായിക്കും. യു ആർ മൈ അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് നിന്റെ മൂക്കിനൊരെണ്ണം വെച്ചു തന്നുണ്ടല്ലോ. ഇരിക്കെ ഹിറ്റ്ലറെ. ഓ പിന്നെ ഈ വശം നിങ്ങൾ ശരിയായിക്കോ, ഇവിടെ ഞാൻ ശരിയായിക്കോളാം. ഓക്കെ? ഡീൽ? ഡീല് പറയുന്നോ ഞാൻ അമ്മേനെ വിളിക്കണോ? അമ്മേ. നിർത്തണേ. അയ്യോ, ഇതെന്താ കറിയിൽ മുളക് പൊടി ഇടുവാണോ അതോ സാമ്പാറിൽ ഉപ്പിടുവാണോ? കഷ്ടം. ഇതെന്തൊരു കോലം ഇത്? കോലം മുഴുവൻ മുഖത്താണോ വരച്ചേ? ആ മുഖത്തേ. ആ ഇവിടെ ഇങ്ങ് വാ, ഞാൻ തുടച്ചുതരാം. ഇനി ഇവിടെ ഉണ്ട്, ഇവിടെ ഇവിടെ. ഇവിടെ ഉണ്ട്. മതി, നിർത്തും. അമ്മേ, ദീപാവലിക്ക് ഇത്രയും പടക്കങ്ങളോ? ബേട്ടി, യു നോ ദീപാവലി full of happy പൊട്ടിക്കൽസ് of padakams and putris. They see this beautiful padakams. See this wonderful putris. You know this?
ഇറ്റ് ഈസ് കൊടചക്രംസ്. സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്നതിലാ ഇവിടെ എല്ലാവർക്കും സന്തോഷം. യു നോട്ടി ഗേൾ. പണം കംസ് ആൻഡ് ഗോസ്, ബട്ട് വി ആർ ഹാപ്പി. ഞാനിപ്പോ പറഞ്ഞത് മോക്ക് മനസ്സിലായില്ലേ? പണം ഇന്ന് വരും, നാളെ പോവും. നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം.